ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ സ്മരണ പുതുക്കി ക്രൈസ്തവർ. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പുൽക്കൂടുകൾ തകർക്കാൻ മാത്രമേ ചില തൽക്കരപക്ഷികൾക്ക് കഴിയൂ എന്ന് ക്രിസ്മസ് സന്ദേശത്തിൽ തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ പറഞ്ഞു. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുൽക്കൂട് വിവാദം, കുടിയൊഴിപ്പിക്കൽ വിഷയം ഉൾപ്പെടെ പ്രതിപാദിച്ച തോമസ് ജെ നെറ്റോ വയനാട് പുനരധിവാസം വൈകുന്നെന്നും പറഞ്ഞു. ബാഹ്യമായ ക്രിസ്മസിന്റെ അടയാളങ്ങളെ തകർക്കുവാനേ അവർക്കാകൂ. നമ്മുടെ ഹൃദയങ്ങളിലും മനസ്സിലുമുള്ള യേശുവിനുള്ള വിശ്വാസം അത് പ്രഘോഷിക്കുവാനും പ്രഖ്യാപിക്കുവാനും ഏതൊന്നും നമ്മെ തടസ്സപ്പെടുത്തുകയില്ല എന്ന് നാം തിരിച്ചറിയുന്നു. തിരുവനന്തപുരം ലൂർദ് പള്ളിയിൽ നടന്ന തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് കാർമ്മികത്വം വഹിച്ചു. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമിസ് കാതോലിക്ക ബാവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എറണാകുളം സെന്റ് ഫ്രാൻസിസ് കത്തീഡ്രലിൽ തിരുപ്പിറവി ശുശ്രൂഷകളും പ്രാർത്ഥനകളും നടന്നു. വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പലിന്റെ നേതൃത്വത്തിലായിരുന്നു ശുശ്രൂഷകൾ. കരിങ്ങാച്ചിറ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ നടന്ന ജനനപ്പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മലങ്കര മെത്രാപ്പോലിത്തയും നിയുക്ത കാതോലിക്കയുമായ ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് നേതൃത്വം നൽകി. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ചങ്ങനാശ്ശേരി അതിരൂപതയിലെ തൃക്കൊടിത്താനം സെന്റ് സേവ്യർ ഫൊറോന ദേവാലയത്തിൽ തിരുപ്പിറവിയുടെ കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിലെ തിരുപ്പിറവി കർമ്മങ്ങൾക്ക് കോഴിക്കോട് അതിരൂപത ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ കാർമ്മികത്വം നൽകി. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തൃശൂർ അതിരൂപതയിലെ പാലയൂർ മാർത്തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ തിരുപ്പിറവിയുടെ കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. നിത്യപ്രകാശമായ അങ്ങയുടെ പ്രമാണങ്ങൾ വ്യാപരിക്കുവാനും ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.